ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ മെറ്റിൻ മേരി ജോസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് LICയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്യാരണ്ടീഡ് എഡ്യൂക്കേഷൻ പ്ലാനാണ് ഞാനിന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ മാരേജിന് വേണ്ടിയിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമ്മൾക്ക് ഈ പോളിസീനെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത പ്രീമിയം പേയിങ് ടൈം ഷോർട്ട് ടേം ആണ്. ഒന്നുകിൽ നമ്മൾക്ക് 5 വർഷം, അല്ലെങ്കിൽ 6 വർഷം, അല്ലെങ്കിൽ 7 വർഷം. ഈ 3 പ്രീമിയം പേയിങ് ടൈം ആണ് ഇതിലുള്ളൂ. ഇതിൽ റിട്ടേൺസ് എല്ലാം ഗ്യാരണ്ടീഡ് ആണ്. ടാക്സ് ഫ്രീ ആയിട്ട് നമുക്ക് വാങ്ങിക്കാം. കുട്ടികളുടെ 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഏത് പ്രായത്തിലാണോ നമ്മൾക്ക് പൈസ തിരിച്ച് ആവശ്യമുള്ളത് ആ രീതിയിൽ, ഇപ്പോൾ 18ാമത്തെ വയസ്സിൽ വേണമെങ്കിൽ 18ൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ 19ലോ 20ലോ എത്രാമത്തെ വയസ്സിലാണോ നമ്മൾക്ക് പൈസയ്ക്ക് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ഈ പ്ലാൻ ചൂസ് ചെയ്യാം. ഇനി നമ്മൾക്ക് ഒരു വർഷം ഒരുമിച്ചല്ല ഒരു എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു 5 വർഷത്തേക്ക് ഈ ഒരു പോളിസിയിൽ നിന്ന് തന്നെ റിട്ടേൺ കിട്ടണമെങ്കിൽ ആ രീതിയിൽ എടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാവുന്ന ഒരു പ്ലാനാണ് ഞാനിന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പ്രൊഡക്റ്റിൻ്റെ പേര് അമൃത് ബാൽ, ടേബിൾ നമ്പർ 774. ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അന്ന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു എക്സാമ്പിളും കൂടി ഉൾപ്പെടുത്തിയ വീഡിയോ ആണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൽ പ്രീമിയം നമുക്ക് ഇയർലി ആയിട്ടോ ഹാഫ് ഇയർലി ആയിട്ടോ ക്വാർട്ടർലി ആയിട്ടോ മന്ത്ലി മോഡോ എങ്ങനെ വേണമെങ്കിലും അടയ്ക്കാം. ഇതിൽ പോളിസി മോഡ് വരുന്നത് 10 വർഷം മുതൽ 25 വർഷം വരെയാണ്. പ്രീമിയം പേയിങ് ടൈം ഞാൻ പറഞ്ഞു 5 വർഷം, 6 വർഷം, 7 വർഷം. ഇതിൽ 3ൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഈ പ്ലാനിൽ 30 ദിവസം പ്രായമായ കുട്ടിക്ക് മുതൽ, അതായത് 1 മാസം പ്രായമായ കുട്ടിക്ക് മുതൽ 13 വയസ്സ് വരെയുള്ളവർക്ക് ഈ പ്ലാനിൽ ജോയിൻ ചെയ്യാം. മാക്സിമം മെച്യൂരിറ്റി ഏജ് വരുന്നത് 25 വയസ്സാണ്. അതുപോലെ മിനിമം സം അഷ്യൂർഡ് വരുന്നത് 2 lakh ആണ്. മാക്സിമം സം അഷ്യൂർഡിന് ലിമിറ്റ് ഇല്ല. ഈ പോളിസിയിൽ നമ്മൾക്ക് പ്രീമിയം വെയ്വർ ബെനിഫിറ്റ് എന്ന് പറയുന്ന റൈഡർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിൻ്റെ ബെനിഫിറ്റ്, അതായത് നമ്മൾ കുട്ടികളുടെ പേരിൽ പോളിസി എടുക്കുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രീമിയം അടയ്ക്കുന്നത് പാരൻസ് ആരെങ്കിലും ആയിരിക്കും, ഫാദറോ മദറോ ആയിരിക്കും. അപ്പോൾ കുട്ടികളുടെ പോളിസിയിൽ ഇതിലിപ്പോൾ പ്രീമിയം പേയിങ് ടൈം കുറവാണെങ്കിലും ഇപ്പം നമ്മൾ ഇപ്പോൾ പാരൻ്റ് ഫാദറാണ് ആ പ്രീമിയം അടയ്ക്കുന്നത് എങ്കിൽ നാളെ ഫാദർ ഈ പ്രീമിയം അടയ്ക്കാനില്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ ഫാദറിനൊരു ഡെത്ത് സംഭവിച്ചാൽ ഈ പ്രീമിയം വെയ്വർ ബെനിഫിറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തുടർന്നുള്ള പ്രീമിയം LIC തന്നെയായിരിക്കും അടയ്ക്കുന്നത്. കുട്ടിക്ക് ഈ പോളിസിയിൽ എന്തെല്ലാം ബെനിഫിറ്റ് പറഞ്ഞിട്ടുണ്ടോ അത് ഗ്യാരണ്ടീഡ് ആയിട്ട് കുട്ടിക്ക് കിട്ടിയിരിക്കും. ഈ പ്രീമിയം വെയ്വർ ബെനിഫിറ്റ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു അഡീഷണൽ പ്രീമിയം അടയ്ക്കുന്നുണ്ട്. അവിടെ നമുക്ക് വേറെ മെച്യൂരിറ്റിയിലാണോ എമൗണ്ട് കിട്ടുന്നത് എങ്കിൽ നമ്മൾ ഈ അഡീഷണൽ അടച്ച എമൗണ്ട് തിരിച്ചു കിട്ടുന്നില്ല. പക്ഷെ അവിടെ പാരൻറ്റിന് എന്തെങ്കിലും ഒരു ഇത് സംഭവിച്ചാൽ, അതായത് ഒരു പാരൻറ്റിന് അടച്ചുകൊണ്ടിരിക്കുന്ന പ്രപ്പോസർക്ക് ഒരു ഡെത്ത് സംഭവിച്ചാൽ പ്രീമിയം വെയ്വർ ബെനിഫിറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തുടർന്നുള്ള പ്രീമിയങ്ങൾ LIC അടയ്ക്കും. അതല്ല എങ്കിൽ പ്രപ്പോസർക്ക് എന്തെങ്കിലും സംഭവിച്ചാലും തുടർന്നുള്ള പ്രീമിയങ്ങൾ വീണ്ടും അടച്ചാലാണ് ആ പോളിസിയുടെ ഫുൾ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ പാരൻസിന് ഓൾറെഡി പോളിസി സഫീഷ്യൻ്റ് പോളിസി ഉണ്ട് എങ്കിൽ പ്രീമിയം വെയ്വർ ബെനിഫിറ്റ് ആഡ് ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, നിങ്ങളുടെ ഡിസിഷനാണ്. ഞാനൊരിത് പറഞ്ഞതാണ്. അതല്ല പോളിസികൾ അഡിക്കേറ്റ് ആയിട്ടുള്ള പോളിസി ഇല്ല എങ്കിൽ കമ്പൽസറി ആയിട്ട് പ്രീമിയം വെയ്വർ ബെനിഫിറ്റ് ആഡ് ചെയ്തെടുത്താലാണ് ഇങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടി ആ പോളിസിയിൽ കിട്ടുകയുള്ളൂ. ഇതിൽ മെച്യൂരിറ്റിക്ക് നമ്മൾക്ക് കിട്ടുന്ന എമൗണ്ട് ബേസിക് സം അഷ്യൂർഡ് പ്ലസ് ഗ്യാരണ്ടീഡ് അഡീഷനാണ്. അതുപോലെ ഈ കുട്ടികളുടെ പേരിൽ പോളിസി ചേരുമ്പോൾ 18 വയസ്സ് കഴിഞ്ഞാൽ ഈ പോളിസിയുടെ മുഴുവൻ അവകാശങ്ങളും കുട്ടികൾക്കാണ്, അതായത് കുട്ടികളുടെ അക്കൗണ്ടിലേക്കാണ് ഈ എമൗണ്ട് കിട്ടുകയുള്ളൂ. അതല്ല, അങ്ങനെ അല്ല, പാരൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വേണം എങ്കിൽ കുട്ടികൾക്ക് 18 വയസ്സാവുമ്പോൾ പാരൻറ്റിൻ്റെ പേരിലേക്ക് വേണമെങ്കിൽ ഈ പോളിസി അസൈൻ ചെയ്യാം. അങ്ങനെ അസൈൻ ചെയ്താൽ ഈ പൈസ കിട്ടുന്നത് പാരൻറ്റിൻ്റെ അക്കൗണ്ടിലേക്കായിരിക്കും കിട്ടുന്നത്. പാരൻറ്റിന് കുട്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ എമൗണ്ട് ഉപയോഗിക്കാം. ഈ പ്ലാൻ നമ്മൾ എടുക്കുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു കുട്ടി ജനിച്ച ഉടനെ നമ്മൾ ഈ പ്ലാൻ എടുക്കുകയാണെങ്കിൽ 5 വർഷം പ്രീമിയം അടച്ചാൽ മതി. അപ്പോൾ കുട്ടി ഒരു 1ാം ക്ലാസ്സിലാവുമ്പോഴേക്കും നമ്മളുടെ ഇതിൻ്റെ പ്രീമിയം പേയ്മെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ അവരുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഭാവിയിലേക്ക് എന്താവശ്യത്തിന് വേണമെങ്കിലും, എന്താണോ നമ്മളുടെ പർപ്പസ്, ഇപ്പോൾ 18 വയസ്സ് കഴിയുമ്പോൾ അവർക്കൊരു ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്
18, 19, 20, 21, 22 വയസ്സുകളിൽ അവർക്കൊരു എമൗണ്ട് കിട്ടാനായിട്ട് ആ രീതിയിൽ ഇപ്പോൾ അവരുടെ ഫീസിന് വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾക്ക് ഷോർട്ട് ടൈം പ്രീമിയം ആയതുകൊണ്ട് അവർ സ്കൂൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ തുടങ്ങിയാൽ അവർ സ്കൂളിൽ 1-ാം ക്ലാസ്സിലാവുമ്പോഴേക്കും അവരുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എത്ര കിട്ടും എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് അറിയാനും പറ്റും. നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോവാം. ഇവിടെ എക്സാമ്പിളിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 0 ഏജ് ഉള്ള കുട്ടി, അതായത് 30 ദിവസം പ്രായമായവർക്ക് മുതൽ ഇതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ 0 ഏജ് ഉള്ള ഒരു കുട്ടി, അപ്പോൾ നമ്മൾക്ക് ടേം വരുന്നത് 18 വർഷമാണ്. കാരണം 18 വയസ്സായാലാണ് കുട്ടിക്ക് ഇതിന് മെച്യൂരിറ്റി കിട്ടുള്ളൂ. 0 ഏജ് ടേം എടുത്തിരിക്കുന്നത് 18 വർഷമാണ്. ഞാനിവിടെ ഇയർലി എടുത്തിരിക്കുന്ന പ്രീമിയം 4,83,115. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അടയ്ക്കാം. ഹാഫ് ഇയർലി ആണെങ്കിൽ 2,46,047 രൂപ, ക്വാർട്ടർലി ആണെങ്കിൽ 1,24,171 രൂപ, ഇനി മന്ത്ലി ആണെങ്കിൽ 41,640 രൂപ. അപ്പോൾ മന്ത്ലി ആണെങ്കിൽ 60 മാസം മാത്രം നമ്മൾ പ്രീമിയം അടച്ചാൽ മതി. നമ്മളിത് 5 വർഷത്തേക്ക് അടയ്ക്കുന്നു. നമ്മൾക്ക് മെച്യൂരിറ്റി ഇല്ല, അതായത് കുട്ടിയുടെ 18 വയസ്സാവുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന എമൗണ്ട് ബേസിക് സം അഷ്യൂർഡ് എന്ന് പറയുന്നത് 23 lakhs ആണ് ഇതിൽ വരുന്നത്. 23 lakhs പ്ലസ് ഗ്യാരണ്ടീഡ് അഡീഷൻ, ഈ 18 വർഷത്തെ ഗ്യാരണ്ടീഡ് അഡീഷൻ. ഈ ഗ്യാരണ്ടീഡ് അഡീഷൻ എന്ന് പറയുന്നതിൽ 1 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. ബോണസ് അല്ല, LICയുടെ ഗ്യാരണ്ടീഡ് അഡീഷൻ ആണ് വരുന്നത്. 33,12,000 രൂപ. അങ്ങനെ ടോട്ടൽ മെച്യൂരിറ്റി കുട്ടിക്ക് 18ാമത്തെ വയസ്സിൽ കിട്ടുന്ന എമൗണ്ട് 56,12,000 രൂപയാണ് നമ്മൾക്ക് കുട്ടിയുടെ 18ാമത്തെ വയസ്സിൽ ഒരുമിച്ചാണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ നമുക്ക് കിട്ടുന്നത്. നമ്മൾ 5 വർഷം കൊണ്ട് നമ്മൾ ടോട്ടൽ അടച്ച പ്രീമിയം 24,15,575 രൂപയാണ്. ഇനി നമ്മൾക്ക് അങ്ങനെ 18ാമത്തെ വയസ്സിൽ ഈ 56 ലക്ഷം ഒരുമിച്ച് വേണ്ട. അവരുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരു ഫീസ് പോലെ നമ്മൾക്കൊരു 5 വർഷത്തേക്ക് ആ എമൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾക്ക് എടുക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ, അതായത് സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ വഴിയാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത്. ഒരു 5 വർഷത്തേക്ക് ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ അതിൽ ചെറിയൊരു ഇൻട്രസ്റ്റ് പോർഷനും കൂടി വരും. ആണെങ്കിൽ ഒരു വർഷത്തിൽ കിട്ടുന്ന എമൗണ്ട് 12,30,926 രൂപ. അങ്ങനെ 18 വയസ്സ് മുതൽ 18, 19, 20, 21, 22 അങ്ങനെ 5 വർഷത്തേക്ക് ഈ ഒരു ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇയർലി വേണമെങ്കിൽ ഇയർലി വാങ്ങിക്കാം, അല്ലെങ്കിൽ ഹാഫ് ഇയർലി, അല്ലെങ്കിൽ ക്വാർട്ടർലി, മന്ത്ലി, ഏത് മോഡിൽ വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം. അപ്പം നമ്മൾക്ക് ഈ 5 വർഷം പ്രീമിയം എന്ന് പറയുന്നത് പാരൻസിൻ്റെ നല്ല ഏണിംഗ് ടൈം ആയിരിക്കാം. പക്ഷെ ഇവർക്ക് ഇപ്പം നമ്മൾക്ക് തന്നെ അറിയാം, നമ്മൾ എന്നും ഒരാളുടെ അവസ്ഥ ഒരേപോലെ ആവണം എന്നില്ല. ചില കുട്ടികളുടെ കേസിൽ ഇപ്പോൾ അവരൊക്കെ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് അവരുടെ പാരൻസ് നല്ല ഏണിംഗ് ടൈം ആയിരിക്കാം. ചിലപ്പോൾ അവരുടെ ഒരു ഹയർ എഡ്യൂക്കേഷൻ്റെ ഒക്കെ സമയം വരുമ്പോഴേക്കും മേ ബി പലതും സംഭവിക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ഷോർട്ട് ടൈമിലേക്ക് ഇങ്ങനെ ഒരു ഇത് എടുത്ത് വെച്ചാൽ അവരുടെ ഫ്യൂച്ചർ നമുക്ക് അതായത് അവരുടെ ആ ഒരു എഡ്യൂക്കേഷൻ, അതായത് ഇപ്പോൾ പ്രീമിയം വേവർ ബെനിഫിറ്റും കൂടി എടുക്കുകയാണെങ്കിൽ നാളെ ആ പാരൻറ്റ് ഉണ്ടെങ്കിലും ഇല്ല എങ്കിലും അവരുടെ എഡ്യൂക്കേഷനിൽ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഈ പോളിസിയിലൂടെ നമുക്കുണ്ടാവും. അതുപോലെ ഈ കിട്ടുന്ന എമൗണ്ട് ടോട്ടലി ടാക്സ് ഫ്രീ ആയിട്ട് കൂടിയാണ് കിട്ടുന്നത്. കാരണം നമ്മളുടെ പ്രീമിയം 5 ലക്ഷത്തിൽ താഴെയാണ് വരുന്നുള്ളൂ. ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ 5 ലക്ഷത്തിൽ താഴെയാണ് വരുന്നുള്ളൂ. 10 times ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കിട്ടുന്ന എമൗണ്ട് ടാക്സ് ഫ്രീ ആയിട്ട് കൂടിയാണ് കുട്ടിക്ക് കിട്ടുന്നത്. ഈ പ്ലാനിൽ നമ്മൾ 5 വർഷം എന്നുള്ളത് ഒരു 6 വർഷം അടയ്ക്കുകയാണെങ്കിൽ ഏകദേശം പ്രീമിയം ഞാൻ എടുത്തിരിക്കുന്നത് ഇയർലി 4,75,740 ആണ്. മന്ത്ലി ആണെങ്കിൽ 41,022. ഏകദേശം സെയിം പ്രീമിയം തന്നെയാണ് എടുത്തിരിക്കുന്നത്. 6 വർഷം നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ 18ാമത്തെ വയസ്സിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് അപ്പോൾ ബേസിക് സം അഷ്യൂർഡ് 27 lakhs ആണ് വരുന്നത്. 18 വർഷത്തെ ഗ്യാരണ്ടീഡ് അഡീഷൻ 38,88,000. അങ്ങനെ ടോട്ടൽ 18ാമത്തെ വയസ്സിൽ കിട്ടുന്ന എമൗണ്ട് 65,88,000 രൂപയാണ്. ഇനി ഇതും നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുമിച്ച് വേണ്ട, സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ വഴി ഒരു 5 വർഷത്തേക്ക് ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട്
14,45,000 ആണ് ഒരു വർഷം നമുക്ക് കിട്ടുന്നത്. ഇതാണെങ്കിലും ടാക്സ് ഫ്രീ ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. ഇനി ഈ പ്ലാനിൽ തന്നെ നമ്മൾ 7 വർഷം പ്രീമിയം അടയ്ക്കുകയാണെങ്കിൽ ഇയർലി പ്രീമിയം ഞാൻ എടുത്തിരിക്കുന്നത് 4,74,920 രൂപ. ഇനി മന്ത്ലി ആണെങ്കിൽ 40,961 രൂപ. നമുക്ക് 18ാമത്തെ വയസ്സിൽ കിട്ടുന്ന എമൗണ്ട് ഇവിടെ ബേസിക് സം അഷ്യൂർഡ് വരുന്നത് 31 lakhs ആണ്. പ്ലസ് 18 വർഷത്തെ ഗ്യാരണ്ടീഡ് അഡീഷൻ 44,64,000 രൂപ. അങ്ങനെ ടോട്ടല് 75,64,000 രൂപയാണ് നമ്മൾക്ക് കുട്ടിയുടെ 18ാമത്തെ വയസ്സിൽ കിട്ടുന്നത്. ഇനി ഇത് തന്നെ 5 വർഷത്തേക്ക് ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 16,59,074 രൂപ 5 വർഷത്തേക്ക് ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് ഇയർലി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് നോക്കിയപ്പോൾ മനസ്സിലാവും 5 വർഷം എന്നുള്ളത് 6 വർഷം അടയ്ക്കുകയാണെങ്കിൽ റിട്ടേൺസ് കുറച്ചും കൂടി കൂടുന്നുണ്ട്, 7 വർഷം അടയ്ക്കുകയാണെങ്കിൽ റിട്ടേൺസ് കുറച്ചും കൂടി കൂടുന്നുണ്ട്. അപ്പം നമ്മളുടെ പ്രീമിയം അടയ്ക്കാനുള്ള കപ്പാസിറ്റി ഏതാണോ അതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പം ഞാൻ 3 എക്സാമ്പിളിലും 0 ഏജ് ഉള്ള കുട്ടിക്ക് 18 വർഷം ടേം ഇട്ടിട്ടുള്ള എക്സാമ്പിളാണ് ഞാൻ കാണിച്ചത്. ഇനി ഞാൻ അടുത്തതൊന്ന് പറയുന്നത്, നിങ്ങൾ സെയിം കുട്ടിയുടെ 0 ഏജിൽ തന്നെ പോളിസി ജോയിൻ ചെയ്തു, 5 വർഷമാണ് നിങ്ങൾ പ്രീമിയം അടയ്ക്കുന്നത്. പക്ഷെ റിട്ടേൺ 25ാമത്തെ വയസ്സിൽ കിട്ടിയാൽ മതി, ഒരു ബൾക്ക് എമൗണ്ട് ആയിട്ട് കിട്ടിയാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ എടുത്തിരിക്കുന്ന പ്രീമിയം ഇയർലി പ്രീമിയം 4,75,160 രൂപ, മന്ത്ലി ആണെങ്കിൽ 40,975 രൂപ. അപ്പോൾ നമ്മൾക്ക് തിരിച്ചു കിട്ടുന്ന, അതായത് 25ാമത്തെ വയസ്സിൽ തിരിച്ചു കിട്ടുന്ന എമൗണ്ട് ഇവിടെ ബേസിക് സം അഷ്യൂർഡ് വരുന്നത് 28 ലക്ഷമാണ്. പ്ലസ് ഗ്യാരണ്ടീഡ് അഡീഷൻ എന്ന് പറയുന്നത് 25 വർഷത്തെ ഗ്യാരണ്ടീഡ് അഡീഷൻ 56 ലക്ഷമാണ്. അങ്ങനെ നമ്മൾക്ക് ടോട്ടല് കുട്ടിയുടെ 25ാമത്തെ വയസ്സിൽ കിട്ടുന്ന എമൗണ്ട് 84 lakhs ആണ്, 84 ലക്ഷം. ഇവിടെ നമ്മൾ 5 വർഷം കൊണ്ട് അടച്ച പ്രീമിയം എന്ന് പറയുന്നത് 23,75,800 രൂപയാണ് നമ്മൾ അടച്ചത്. അപ്പം ഇത് ഗ്യാരണ്ടി ആയിട്ട് കിട്ടുന്ന എമൗണ്ട് ആണ്. ഈ 84 ലക്ഷം ടാക്സ് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ ഈ പോളിസിയിൽ നിന്ന് ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പം എന്തെങ്കിലും 18 വയസ്സാവുന്നതിന് മുമ്പ് അല്ലെങ്കിൽ 25 വർഷത്തേക്ക് ചേർന്നോ നമ്മൾക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു വേണമെങ്കിൽ ഈ പോളിസിയിൽ നിന്ന് ലോൺ എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഇനി കുട്ടിയുടെ മെച്യൂരിറ്റി ആവുന്നതിന് മുമ്പ് അങ്ങനെ ഒരു എമർജൻസി വന്നാൽ വേണമെങ്കിൽ സറണ്ടർ ചെയ്തും പൈസ വിഡ്രോ ചെയ്യാം. സറണ്ടർ ചെയ്യുമ്പോൾ എപ്പോഴും നഷ്ടം വരും, എന്നാലും അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ. കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള പർപ്പസ് എന്താണോ അത് നമുക്ക് നിറവേറണമെങ്കിൽ ഇടയ്ക്ക് സറണ്ടർ ചെയ്താൽ പറ്റില്ല, എന്നാലും ഒരു എമർജൻസി വന്നാൽ അതിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മളുടെ LICയുടെ എന്ന് പറഞ്ഞാൽ ഇത്രയും കെട്ടുറപ്പുള്ള ഒരു സ്ഥാപനം, 70 വർഷമായിട്ട് മാർക്കറ്റ് ലീഡറായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനം, അതുപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സോവറീൻ ഗ്യാരണ്ടി ഉണ്ട്. LIC ഡിക്ലെയർ ചെയ്യുന്ന ബോണസിനാണെങ്കിലും ഗ്യാരണ്ടീഡ് അഡീഷനാണെങ്കിലും സമ്മർഷ്യൂർഡിനാണെങ്കിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു സോവറീൻ ഗ്യാരണ്ടി കൂടിയുണ്ട്. അപ്പം ഇത്രയും കെട്ടുറപ്പുള്ള ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെയൊരു പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഇതിൻ്റെ പ്ലാനിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ഏജൻറ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം. ഏജൻറ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ വാട്സാപ്പ് നമ്പർ 9526874469. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇതുപോലെയുള്ള ഇൻഷുറൻസിനെ കുറിച്ചും ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഉപകാരപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.